നമുക്കറിയാം ഇപ്പോൾ ഒത്തിരി പേരാണ് വിശുദ്ധ പത്രോസിൻ്റെ ഈ ചത്തുരത്തിലേക്ക് ഈ ദിവ്യബലിയിലും വിശുദ്ധരുടെ നാമകരണ ചടങ്ങിലേക്കും പങ്കെടുക്കുവാനായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ്. ഇപ്പം മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടി അനേകരാണ് വത്തിക്കാൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്തോഷ നിമിഷത്തിൽ. ഇന്ന് നമ്മൾ ഇറ്റാലിയൻ സമയം 10 മണി കൂടിയാണ് ഇന്നത്തെ എല്ലാ തിരുക്രമങ്ങളും. അവരും തന്നെ അവരുടെ ഡ്രസ്സുകളെല്ലാം ധരിച്ച് തിരുക്രമത്തിൻ്റെ തിരുവസ്ത്രങ്ങളെല്ലാം ധരിച്ച് ഓരോരുത്തർ എത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റ് ആത്മായ സുഹൃത്തുക്കളും മറ്റെല്ലാവരും തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് വത്തിക്കാൻ്റെ ഉള്ളിൽ. ഒരു 9:30 ആ സമയത്തോടു കൂടിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്കറിയാം കർദിനാൾമാരും മെത്രാന്മാരും എല്ലാവരും സെൻറ്റ് സെബാസ്റ്റ്യൻ ചാപ്പലിൽ നിന്ന് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രദക്ഷിണമായിട്ടാണ് 10 മണിയോടുകൂടി നമ്മുടെ വിശുദ്ധ പത്രോസിൻ്റെ ചത്തുരത്തിൽ ഒരുക്കിയിരിക്കുന്ന അൾത്താരയുടെ സൈഡ് ഭാഗത്തുള്ള അവിടേക്ക് വന്ന് വിശുദ്ധ കുർബാനയ്ക്കായിട്ടും ഈ നാമകരണ ചടങ്ങിലേക്ക് ഒരുങ്ങുകയും ചെയ്യുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ഇന്ന് സാധ്യതയുള്ളത് ലിയോ 14 പാപ്പ ചിലപ്പം പാപ്പ മൊബൈലിൽ നേരത്തെ വന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് സാധാരണ ഒരു പതിവ്. നമുക്കറിയാം ഫ്രാൻസിസ് പാപ്പ പലപ്പോഴും രോഗാവസ്ഥയിലായിരുന്നതുകൊണ്ട് ചിലപ്പോൾ ഡയറക്റ്റ്ലി കയറി വരികയായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം നമ്മുടെ ഒരു പ്രതീക്ഷ ഇതാണ്. ലിയോ 14 പാപ്പ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് എല്ലാവരെയും പാപ്പ മൊബൈലിൽ വന്ന് എല്ലാവരെയും അഭിസംബോധന ചെയ്ത് പ്രദക്ഷിണത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിനുശേഷം പാപ്പ തൻ്റെ ഔദ്യോഗിക സിംഹാസനത്തിലിരിക്കുകയും അവിടെ വിശുദ്ധ കുർബാന ആരംഭിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധ കുർബാന തുടങ്ങിയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവെ വരിക, ലോകത്തിൻ്റെ സൃഷ്ടാവായ ആത്മാവെ വരിക, നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് നിറയുക എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ഇന്നത്തെ ആ ശുശ്രൂഷകളുടെ തുടക്കം ആരംഭിക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ കാണുന്നത് ഈ വിശുദ്ധരെ തിരഞ്ഞെടുക്കുന്ന കാര്യാലയത്തിൻ്റെ പ്രിഫെക്റ്റ് ആയിരിക്കുന്ന കർദിനാൾ മെർച്ചേലോ ഈ പാപ്പയോട്, ലിയോ 14 പാപ്പയോട് നമ്മുടെ ഈ പുതിയ വാഴ്ത്തപ്പെട്ടവരായിരിക്കുന്ന കാർലോ അക്കൂത്തീസിൻ്റെയും കാർലോ പിയർ ജോർജോയുടെയും ജീവചരിത്രം മുഴുവൻ വായിക്കുകയും അവരെ എന്തുകൊണ്ടാണ് വിശുദ്ധരാക്കേണ്ടത് എന്നുള്ള എല്ലാ തെളിവുകളും ഒരുപാട് പഠനത്തിൻ്റെയും ഒരുപാട് അനുഭവത്തിൻ്റെയും ഒരുപാട് ആത്മീയ അനുഭവത്തിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഒരു നല്ലൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയും പിതാവിനോട് അപേക്ഷിക്കുകയും ചെയ്യും. അതായത് ഇവരെ വിശുദ്ധരുടെ ഗണത്തിൽ ഇവരെയും ചേർക്കണമെന്ന് ചോദിച്ചുകൊണ്ട്. അതിനുശേഷം നമ്മളൊരു പ്രാർത്ഥന, അതിനുശേഷം നമ്മൾ കാണുന്നത് സകല വിശുദ്ധരുടെയും മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് പാപ്പയോട് ചേർന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കർദിനാൾമാരും മെത്രാന്മാരും സന്യസ്തരാൽമാരും ലോകം മുഴുവൻ സാർവത്രിക സഭ മുഴുവൻ ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് സ്വർഗീയ കൂട്ടായ്മയോടുകൂടി പുതുതായിട്ട് ദൈവം തരുന്ന ഈ 2 വിശുദ്ധരെയും കൂടെ സഭയുടെ വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കുന്നതിന് വേണ്ടി വിശുദ്ധരുടെയും പരിശുദ്ധ അമ്മയുടെ എല്ലാം മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്, ലുത്തിനിയാണ് നടക്കുന്നത്. അതിനുശേഷമാണ് പാപ്പ ഫ്രാൻസിസ് പാപ്പ ഈ വിശുദ്ധരുടെ നാമകരണ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ അവരെ ഔദ്യോഗികമായിട്ട് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കുന്നുവെന്ന് കാർലോ അക്കൂത്തീസിനെയും പിയർ ജോർജോയുടെ പേര് വിളിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ട് അവരെ വിശുദ്ധ ഗണത്തിലേക്ക് ചേർക്കുന്ന ഒരു ചടങ്ങും ആണ് നടക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് അവിടെ ഇത് തിരഞ്ഞെടുക്കപ്പെട്ട ചില വ്യക്തികളുണ്ട്. പ്രാർത്ഥനകൾക്ക് ശേഷം അവർ ഫസ്റ്റ് ക്ലാസ് റിലിക്ക്, ഈ വിശുദ്ധരുടെ കാർലോ അക്കൂത്തീസിൻ്റെയും പിയർ ജോർജയുടെയും ഫസ്റ്റ് ക്ലാസ് റിലിക്കുകൾ കൊണ്ട് അൾത്താരയുടെ അടുക്കൽ പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് നടക്കുമ്പോൾ തന്നെ ഒരു ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ഗാനം അവരെ ഏതെങ്കിലും സങ്കീർത്തനത്തിൽ നിന്ന് പാടി ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. വത്തിക്കാൻ കോയർ സംഘം അത് പാടും. അതിനുശേഷം നമ്മൾ കാണുന്നത് സമാപന പ്രാർത്ഥനയും പിന്നെ തദേവും എന്ന് പറഞ്ഞ അല്ലാത്ത സ്തോത്രഗീതം പ്രാർത്ഥന പാടി ദൈവത്തിന് നന്ദി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടിയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ശുശ്രൂഷയിലുള്ളത്. അതിനുശേഷം വിശുദ്ധ കുർബാന തുടരുകയാണുള്ളത്.